ഫ്രൈ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ്റെ പീസുകളെല്ലാം ഞാൻ വളരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത കുരുമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ആ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കും. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഈ കുരുമുളകിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരിക്കണം. അപ്പം അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ ഈ സോയാ സോസിലേക്ക് ചെറുതായിട്ട് ഉപ്പുണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർക്കാം. സോയാ സോസ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് മുഴുവനും ഒരുമിച്ച് ചേർക്കണ്ട. ഏറ്റവും ആദ്യം നമുക്ക് 3 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചിക്കന് ചെറുതായിട്ടൊരു കോട്ടിങ് വേണം. നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് വേണ്ട. അപ്പം അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ചിക്കൻമ ഈ കോട്ടിങ് ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ടില്ല, ചെറുതായിട്ട് വെള്ളം പോലെ ഇരിക്കുന്നത്. ഈ ബാക്കിയുള്ള കോൺഫ്ലവർ കൂടി നമുക്ക് ചേർക്കാം. ഇപ്പം ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു തിക്ക് കോട്ടിങ്ങും വന്നിട്ടുണ്ട്. ആ ചിക്കൻ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ നമുക്ക് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡ് കൊണ്ട് മറിച്ചിടാം. അപ്പോൾ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ എടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കുരുമുളകും കൂടിയിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ വറുത്ത് വെച്ചതിന് ചിക്കൻ അതിനകത്തിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുരുമുളകും കറിവേപ്പിലയും മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പോൾ കുരുമുളകും കറിവേപ്പിലയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുരുമുളകൊക്കെ ചിക്കനുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു അപ്പിറ്റൈസറാണിത്.
നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കണം.